ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണം അല്ലേ? ഞങ്ങളിവിടെ സുഖമായി അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര നല്ലതായി തോന്നിയ ഒരു ഹെയർ ഓയിലിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഫീഡിങ് മദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മുടി കൊഴിച്ചൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു കുറവ് തോന്നിയത് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ. അത് ഞാൻ ഏതാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 6 to 8 മന്ത്സോളായിട്ട് ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നത് മാമാ എർത്തിൻ്റെ റോസ്മേരി ഹെയർ ഓയിലാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അതിൻ്റെ തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷാമ്പു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്. ഷാമ്പു എൻ്റെ അടുത്ത് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു, അതാണ് ഞാൻ കണ്ടീഷണർ മാത്രം ഇതിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ടായിരുന്നു. അത് ഫുള്ള് മാറിയെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ കൂടിയും ഒരു 70 to 80% നല്ല രീതിയിൽ കുറവുണ്ട്. നന്നായിട്ട് ബേബി ഹെയർസ് കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു 2 months ബിഫോർ ഞാനൊരു ഹെയറിൽ ഹൈലൈറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഹൈലൈറ്റ് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുടി ഭയങ്കര ഡ്രൈ ആവും, നന്നായിട്ട് മുടി കൊഴിച്ചൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിവിടെ കരാമയിലുള്ള ഒരു പാർലറിൽ പോയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എന്താണ് ക്രീംസ് കാര്യങ്ങളുടെ പേര് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇതുവരെ മുടി കൊഴിച്ചൽ കാര്യങ്ങൾ കൂടുതലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉള്ളൂ. അതല്ലാതെ അത് ചെയ്തതെന്ന് വെച്ചിട്ട് കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു ഓയിൽ ബോട്ടിൽ ഉണ്ടല്ലോ, അതിൻ്റെ ടിപ്പിൽ ഒരു ബ്രഷ് ടൈപ്പാണ്. അത് കാരണം തന്നെ നമുക്ക് ഈ ഹെയറിൻ്റെ റൂട്ട്സിലേക്കൊക്കെ പെട്ടെന്ന് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ മുടി നന്നായിട്ട് തന്നെ ചീകി ഓക്കെ ആക്കിയതിന് ശേഷം സെൻറ്റർ പാർട്ടീഷനാണ് ഞാൻ എടുക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് എല്ലാ സൈഡിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു വീക്ക്ലി വൺസ് ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ അത് കാരണം തന്നെ യൂസ് ചെയ്യണ സമയത്ത് അപ്ലൈ ചെയ്യണ സമയത്ത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മസാജ് ചെയ്യും. ഒരു 10 to 20 മിനിറ്റ്സ് ഞാൻ ഒരു 20 മിനിറ്റ്സ് എന്തായാലും ഉണ്ടാവാറുണ്ട്. അതങ്ങനെ ഹെയറിൽ വെക്കാറുണ്ട്. അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ തന്നെ മസാജ് ചെയ്യുക കേട്ടോ. എനിക്ക് ഡാൻഡ്രഫിന് നല്ല കുറവുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്യാവശ്യം താരനും കാര്യങ്ങളൊക്കെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നല്ല കുറവ് വന്നു കേട്ടോ ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം. പിന്നെ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഹെയറിൻ്റെ ടിപ്പിൽ അപ്ലൈ ചെയ്യില്ല, ഈ റൂട്ട്സിൽ മാത്രമാണ് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ ഒരു 5 മിനിറ്റ് നേരമൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മുടിയൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കെട്ടി വയ്ക്കും. ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ മുടി കെട്ടുമ്പോഴേ എനിക്കിങ്ങനെ പിരിച്ച് കെട്ടുമ്പോഴാണ് എനിക്ക് ടൈറ്റായി കിട്ടുള്ളൂ. അതല്ലാതെ എനിക്ക് മറ്റേ ടൈപ്പിൽ എല്ലാവരും കെട്ടുന്ന പോലെ ആകുമ്പോൾ എനിക്ക് മുടി പെട്ടെന്ന് ഇങ്ങനെ അഴിഞ്ഞു വീണ പോലെയൊക്കെ തോന്നും. പിന്നെ നമ്മൾ എസ്പെഷ്യലി ലേഡീസിന് കാജലാണെന്നുണ്ടെങ്കിലും അതേപോലെ ലിപ്സ്റ്റിക് ആണെങ്കിലും നമ്മൾ വാങ്ങുമ്പോൾ മെയിനായിട്ട് നോക്കുന്ന 2 കാര്യങ്ങൾ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം, വാട്ടർ പ്രൂഫ് ആയിരിക്കണം, സ്മഡ്ജ് പ്രൂഫ് ആയിരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടിയിട്ട് സെറ്റായിട്ടുള്ള 2 പ്രോഡക്റ്റ്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീം. ഇറ്റ്സ് നോട്ട് എ ക്രീം, അത് ഒരു സെറം കൺസിസ്റ്റൻസി പോലത്തെ ഒരു സംഭവമാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു 3 കാര്യങ്ങളും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ലിപ്സ്റ്റിക്ക് മെബിലിൻ്റെ വിനൈലിങ്ക് ആണ് കേട്ടോ. അതിൻ്റെ ഷെയ്ഡ് നമ്പർ, പേര് കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ ഒന്നുകൂടി മെൻഷൻ ചെയ്യാം. കാരണം ഇപ്പോൾ വീഡിയോയിൽ ഇതൊരു മിറർ എഫക്റ്റായിട്ട് കാണുന്ന കാരണം തന്നെ ഇത് തിരിഞ്ഞായിരിക്കും പേര് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ഭയങ്കര അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ഇതാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ രാവിലെ എങ്ങനെയും പുറത്തിറങ്ങുന്ന സമയത്ത് ഇത് ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചെത്തുമ്പോഴും തീരെ ഒട്ടും മായില്ല, അതങ്ങനെ ഉണ്ടായിരിക്കും. നമുക്ക് റീഅപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ ലിപ് ഗ്ലോസ് കുറച്ച് അതിൽ മുകളിൽ അപ്ലൈ ചെയ്ത പോലെ ഇരിക്കും. ശരിക്കും ഒരു ഗ്ലോസി എഫക്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഈ ഒരു കാജൽ ഇത് പ്ലമ്മിൻ്റെയാണ്. ഇതും ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. നമ്മുടെ ഭയങ്കര ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഞാനതൊന്ന് ജസ്റ്റ് റബ്ബ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒട്ടും പരക്കില്ല. പിന്നെ നമ്മൾ ഈവനിങ് ഒക്കെ റൂമിലെത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാലോ അങ്ങനെയൊന്നും അത്ര പെട്ടെന്നൊന്നും പോവില്ല. നമ്മളൊരു മേക്കപ്പ് റിമൂവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിലി നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അതല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു ഫേസ് വാഷോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു നോർമലി നമ്മൾ കളയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് പോവില്ല. അത്രയും സ്മഡ്ജ് പ്രൂഫായിട്ടുള്ള ഒരു കാജലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, സ്നെയിൽ മ്യൂസിൻ സെറം.
യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം ആയിട്ടൊന്നുമില്ല കേട്ടോ. എന്നാൽ കൂടിയും ഈ ഒരു ഷോർട്ടർ ടൈം പീരീഡിൽ എനിക്ക് ഭയങ്കര ഒരു ചേഞ്ചസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഇൻ ദ സെൻസ് എന്താണെന്ന് ഭയങ്കര കളർ വയ്ക്കുക അങ്ങനെ ഫേസ് ബ്രൈറ്റ് ആവുക എന്നല്ല എനിക്ക് തോന്നിയത്, ഭയങ്കര സോഫ്റ്റ് ആവണ പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ അധികം ആയിട്ടില്ല യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കുറച്ച് മുന്നേ ഞാൻ യൂസ് ചെയ്തു, പിന്നെ അത് സ്റ്റോപ്പായി. ഇപ്പോൾ ഞാനൊരു മേ ബി 1 or 2 വീക്സ് ആയിട്ടായിരിക്കും ഇത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്ലൈ ചെയ്യണത്. അപ്പോൾ ഇനി കൂടുതൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ കുറച്ച് പീസ് ശരത്തേണ്ണ കൊടുത്ത് വെച്ചു, പിന്നെ ഞാനും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാറു എന്നാണ് കേട്ടോ പേരിട്ടിട്ടുള്ളത്. ഋതുവിന് എല്ലാ മീനും പാറുവാണ്. അപ്പോൾ അതിന് ഫുഡ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ഋതു ഭയങ്കര ഉറക്കാണ് കേട്ടോ. ഇത് നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ റോസസ് സ്റ്റിൽ ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഫുഡ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇന്ന് നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ചെറിയൊരു മഴക്കാറും അത്യാവശ്യം നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ ഋതു കുറേ നേരമായിട്ട് ഉറങ്ങൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിരിക്കുന്നു. സാധാരണ അവൻ എത്ര നേരമൊന്നും രാവിലെ ഉറങ്ങാറില്ല. ഏകദേശം ഒരു 1/4 മണിക്കൂറാകുമ്പോൾ എണീക്കുന്ന ആളാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ പുറത്തെ ക്ലൈമറ്റ്. അതേ നല്ല അത്യാവശ്യം മഴക്കാറും കാര്യങ്ങളൊക്കെ ആയിട്ട്. ശരത്തേട്ടൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ നല്ല മഴയുണ്ട്. നല്ല മഴ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടല്ല, എന്നാൽ കൂടി മഴയും അത്യാവശ്യം നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറെ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.